നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ഇന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. ഇരകളാകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർ. ഗുരുവായൂർ കണ്ടാനശ്ശേരിയിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തയിലേക്ക്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ഇന്ന് വൈകിട്ടോടെ തീരുമാനം പ്രതീക്ഷിക്കാമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. KPCC വിലക്ക് ലംഘിച്ച് VD സതീശനായി സംസ്ഥാന വ്യാപകമായി പ്രകടനങ്ങൾ. ഘടകകക്ഷികളുടെ പിന്തുണയും സതീശന്. എന്നാൽ ഭൂരിഭാഗം MLAമാരും KC വേണുഗോപാലിനൊപ്പം. സീനിയോറിറ്റിയിൽ മുന്നിൽ രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ കീറാമുട്ടിയായി തുടരുകയാണ്. ഡൽഹിയിലെത്തിയ VD സതീശനും രമേശ് ചെന്നിത്തലയും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ചർച്ചകളുടെ ഭാഗമാകാനില്ലെന്ന നിലപാടിലാണ് KC വേണുഗോപാൽ. സമവായ ഫോർമുലകളിലെ നിർദ്ദേശങ്ങളോട് 3 നേതാക്കളുടെ പ്രതികരണമനുസരിച്ചാകും മുഖ്യമന്ത്രി പ്രഖ്യാപനം. നിലവിൽ 3 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. KC വേണുഗോപാലിനെ തീരുമാനിച്ചാൽ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. KC മുഖ്യമന്ത്രിയായാൽ മുന്നിലുള്ള ഉപതെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാകുമെന്ന സന്ദേശവും ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഡൽഹിയിലുണ്ട്. എന്തായാലും തീരുമാനമെടുത്താൽ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ഡെസ്ക് TCV. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലയിൽ നടന്ന പ്രകടനങ്ങളിൽ വെട്ടിലായി DCC നേതൃത്വം. KPCC വിലക്ക് ലംഘിച്ചവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ തിടുക്കപ്പെട്ട നടപടി വേണ്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 കോൺഗ്രസ് MLAമാരിൽ പ്രത്യക്ഷത്തിൽ VD സതീശനൊപ്പം നിൽക്കുന്നവർ ആരുമില്ല. എങ്കിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും VD സതീശനായി ബോർഡുകൾ നിരക്കുകയും പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു. സ്വരാജ് റൗണ്ടിൽ നടന്ന പ്രകടനത്തിൽ വൻ പ്രവർത്തക പങ്കാളിത്തമായിരുന്നു. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിനേക്കാൾ ആളുകൾ VDക്കായി തെരുവിലിറങ്ങി. ജില്ല പൊതുവെ KC പക്ഷത്തേക്ക് ചായുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. എന്നാൽ പോസ്റ്റിന് താഴെ VD സതീശൻ അനുകൂലികൾ കൂട്ടത്തോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിന് പിന്നാലെയാണ് VDക്കായി തെരുവിൽ കരുത്തറിയിച്ച് പ്രകടനം നടന്നത്. യാതൊരു ആസൂത്രണവുമില്ലാതെ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പാർട്ടി ഭാരവാഹികളുമൊക്കെ അണിനിരന്നു. എന്നാൽ ഇതിലും വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ അറിയാമെന്നാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ പറയുന്നത്. പാർട്ടിയിലെ ഐക്യ അന്തരീക്ഷം തകർക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ആ വഴി തിരഞ്ഞെടുക്കുന്നില്ലെന്നും ഈ ഗ്രൂപ്പുകളിലെ നേതാക്കൾ പറയുന്നു. KPCC വിലക്ക് ലംഘിച്ച് പരസ്യമായി രംഗത്തിറങ്ങിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ നടപടിയെടുത്ത കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ രംഗം കൂടുതൽ വഷളാക്കാതെ നോക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. TCV ന്യൂസ്, തൃശൂർ. തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി തൃക്കൂർ മരത്താക്കര നെല്ലിച്ചോട് വെച്ചായിരുന്നു ആക്രമണം. ബോധം നഷ്ടപ്പെട്ട നിലത്ത് വീണ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ജിംനേഷ്യത്തിൽ നിന്നിറങ്ങിയ ബിനസിനെ പുറകിൽ നിന്ന് വന്ന ആൾ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം പ്രതി ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്കു കുറുകെ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. 21 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണത്തെ തുടർന്ന് ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പഴയ പാലത്തിലൂടെയുള്ള എല്ലാ വാഹനങ്ങളും തൃശൂർ എറണാകുളം ദിശയിലെ പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഇവിടെ ഒറ്റവരി ഗതാഗതവും ഏർപ്പെടുത്തി. 3 ആഴ്ചയ്ക്കകം 42 ബെയറിംഗുകളും മാറ്റി സ്ഥാപിക്കുമെന്നാണ് കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നത്. പാലത്തിന്റെ തെക്കുഭാഗത്തു നിന്നായിരിക്കും അറ്റകുറ്റപ്പണികളുടെ തുടക്കം. പാലത്തിന്റെ തൂണുകൾക്കും സ്പാനുകൾക്കുമിടയിൽ ക്യാപ്പിന്റെ മുകളിലായി ഘടിപ്പിച്ചിരിക്കുന്ന ബെയറിംഗുകളാണ് മാറ്റുന്നത്. ഇതിന് പാലത്തിന്റെ അടിയിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ഓരോ സ്പാനുകളും 2 ഇഞ്ച് വീതം ഉയർത്തും. ഇത്തരത്തിൽ 7 തൂണുകളുടെ 42 ബെയറിംഗുകൾ 21 ദിവസം കൊണ്ട് മാറ്റി സ്ഥാപിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിനിടയിൽ മഴയുണ്ടായാൽ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകും. കിഴക്കുഭാഗത്തെ പാലത്തിലൂടെ 2 ദിശകളിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദേശീയപാതയുടെ മൊബൈൽ സ്ക്വാഡ്, സേഫ്റ്റി ഗാർഡുകൾ, ഹൈവേ പോലീസ് സംഘം, ലോക്കൽ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഗതാഗത നിയന്ത്രണത്തിന് പ്രവർത്തിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. തൊഴിൽ രഹിതരായ വീട്ടമ്മമാരാണ് കൂടുതലായും തട്ടിപ്പിനിരകളാകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന താൽക്കാലിക നിയമനത്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഫോൺ കോളിലൂടെയായിരിക്കും തട്ടിപ്പിന്റെ തുടക്കം. പിന്നീട് നിയമന നടപടികൾക്കായി 2000 മുതൽ 5000 വരെയുള്ള തുക ആവശ്യപ്പെടും. പണമയക്കാനുള്ള QR കോഡ് വാട്സപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്യും. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഫോൺ വിളി അവസാനിപ്പിക്കും. താൽക്കാലികമായിട്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം നൽകുന്നവർ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. പണം നൽകിയവർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്ന ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ ബന്ധപ്പെടാനാകുകയുമില്ല. സമീപകാലത്ത് ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരകളായിട്ടുള്ളത്. ചെറിയ തുക നഷ്ടപ്പെട്ടതിനാൽ പലരും നിയമ നടപടിയിലേക്ക് തിരിയാറില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നതിൽ ദുരൂഹത ഉയരുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ കണ്ടാനശ്ശേരിയിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുകൾ നിലയിലെ വാതിൽ വഴിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അകമലയിൽ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പാലക്കാട് ആലത്തൂർ സ്വദേശി കുത്തന്നൂർ നീരാങ്കോട് വീട്ടിൽ രാജീവാണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അകമലയിലെ ബേക്കറിയിൽ മോഷണം നടന്നത്. കമ്പിപ്പാര ഉപയോഗിച്ച് കടയുടെ പിൻവാതിൽ കുത്തിത്തുറന്നാണ് പ്രതി അകത്തു കയറിയത്. രാവിലെ കട തുറക്കാനെത്തിയ ഉടമയാണ് മോഷണ വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. വടക്കാഞ്ചേരി SI നിതിൻ, CPOമാരായ സഗൂൺ, പൗലോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ അപകടം. പെരുമ്പാവൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് പന്നിത്തടം സിഗ്നലിന് സമീപം മറിഞ്ഞത്. റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിലിടിച്ചു മറിയുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു. ലോറി ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തൃശൂർ കണിമംഗലത്ത് പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ കണിമംഗലം ദാസ് റീജൻസിക്ക് സമീപമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. റോഡരികിലെ സംരക്ഷണ കവചം ഇടിച്ചാണ് 10 അടിയിലേറെ താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുത്തൂർ തോണിപ്പാറയിൽ കാട്ടുപന്നി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി മുണ്ടാൻ ഡേവിസിന്റെ ഭാര്യ റീനയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരിയാണ്. ജോലിക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് സംഭവം. മുഖത്ത് പരിക്കേറ്റ റീന ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാപാര മേഖലയെ തകർക്കുന്ന
വാണിജ്യ ഗ്യാസിന്റെ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജോയ് മൂത്തേടൻ, ജോഷി മാത്യു തേറാട്ടിൽ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ നേതൃസമ്മേളനം തൃശൂരിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, നേതാക്കളായ വിദ്യാ രമേശ്, വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ലൈബ്രറിയൻസ് മീറ്റ് തൃശൂർ വിമല കോളേജിൽ നടന്നു. ലൈബ്രറി പ്ലാൻ കൺസൾട്ടന്റ് ഫാദർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. AKLM ചെയർമാൻ ഡോക്ടർ സ്റ്റാൻലി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ ജോയ് ചെറുവത്തൂർ സോവനീർ പ്രകാശനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനി ഡേവിഡ്, ലൈബ്രറിയൻ ജിസ്ന ജോസ്, ടിൻഡു ജോസ്, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ ഒരു ഫിസിക്കൽ ലൈബ്രറി ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ബോറോ ചെയ്യാനായിട്ട് സാക്ഷി ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടിപ്പിക്കുന്ന കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് കേരള സാഹിത്യ അക്കാദമിയിൽ ആരംഭിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് ഡയറക്ടർ കൊല്ലം തുളസി അധ്യക്ഷത വഹിച്ചു. രഘു കല്ലറയ്ക്കൽ, അൻസബി അബ്ദുൽ അസീസ്, ശശികല പണിക്കർ എന്നിവർ പങ്കെടുത്തു. 3 വേദികളിലായി 30 സെഷനുകളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. തിങ്കളാഴ്ച ഫെസ്റ്റ് സമാപിക്കും. പാചകവാതക വില വർധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂണിറ്റ് ട്രഷറർ കമറുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. സിലിണ്ടറിന്റെ വില കൂടിയതാണ്. അതായത് ഒരു ഒടുക്കത്തെ വിലയാണ് കൂടിയേക്കുന്നത്. നിസ്സാര വിലയല്ല. 3000 രൂപ. ഇടവേള. Discover love I go there. La Crème de la Fraîcheur. French Diary Ice Creams. A taste factory. വാർത്തയിലേക്ക്. ജനറൽ ഇൻഷുറൻസ് റിട്ടയറീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. റിട്ടയർഡ് SP PN ഉണ്ണിരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയകുമാരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KT ജോഷി, ട്രഷറർ KG ജോസി, സംസ്ഥാന ചീഫ് രക്ഷാധികാരി ഡോക്ടർ CJ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തെ തുടർന്ന് ഇടതുമുന്നണി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പാവറട്ടി പള്ളിനടയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുടങ്ങിയ ആഹ്ലാദ പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി സമാപിച്ചു. LDF നേതാക്കളായ TV ഹരിദാസൻ, VR മനോജ്, PA രമേശൻ, സാംസൺ ചിരിയങ്കണ്ടത്ത്, AV വല്ലഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവനിശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവനിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് PG വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ ഓമന ഉണ്ണിരാജ്, ഡോക്ടർ ദിവ്യ വിജയൻ, ഡോക്ടർ ജിനി അലക്സ് എന്നിവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം നാളെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. കാഴ്ചശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും.
ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള വാർഷിക സമ്മേളനം ചാലക്കുടിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷയായി. വാർഡ് കൌൺസിലർ BJ ജോജി മുഖ്യപ്രഭാഷണം നടത്തി. ഞായറാഴ്ച സംസ്ഥാന ശാസ്ത്ര സെമിനാറും പൊതുസമ്മേളനവും നടക്കും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചാവക്കാട് തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാട് സംഭവിച്ചു. ചീനിച്ചുവടിൽ താമസിക്കുന്ന തണ്ണിത്തുറക്കൽ അബൂബക്കറിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ പൂമരം വീണത്. വീടിന് സാരമായ കേടുപാട് സംഭവിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം ചെറുവത്താനിയിൽ പരക്കെ നാശം. ചെറുവത്താനി മനപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് സമീപത്തെ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. 6 വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. അപകട സമയത്ത് റോഡിലൂടെ പോയിരുന്ന 3 ബൈക്കുകൾക്ക് മുകളിലേക്കാണ് തെങ്ങും വൈദ്യുതി തൂണുകളും വീണത്. എന്നാൽ ബൈക്ക് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞ് കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി. വടക്കാഞ്ചേരി നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 4-ാം ഡിവിഷന്റെ സാനിറ്റേഷൻ യോഗം കുമ്പളങ്ങാട് പടിഞ്ഞാറേക്ക അംഗനവാടിയിൽ ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ KV സതീഷ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ വികസനകാര്യ കമ്മിറ്റി കൺവീനർ CR ഉദയകുമാർ, അംഗനവാടി ടീച്ചർ മായാദേവി, ആശാ വർക്കർ വിജി എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതായി ലെൻസ്ഫെഡ് തൃശൂർ ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന, ലഭ്യതക്കുറവ്, തൊഴിലാളി ക്ഷാമം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ മേഖലയെ സ്തംഭനാവസ്ഥയിലേക്കാണ് തള്ളുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണ വസ്തുക്കളുടെ വില നിയന്ത്രിക്കാൻ പ്രത്യേക നിരീക്ഷണ സംവിധാനം രൂപീകരിക്കണം. കൃത്രിമ വിലവർധനയും കുത്തക നിയന്ത്രണങ്ങളും തടയാൻ സർക്കാർ ഇടപെടണം. സംസ്ഥാനത്തെ ഉൽപ്പാദന യൂണിറ്റുകൾ പുനരാരംഭിക്കാനും അതിഥി തൊഴിലാളികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ലെൻസ്ഫെഡ് ആവശ്യപ്പെട്ടു. TC നിമൽ, VU സുമേഷ്, OV ജയചന്ദ്രൻ, EJ ഷാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലായി കുളത്തൂർ കൊളത്തൂക്കാവ് മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി വാഗയിൽ അരുൺകുമാർ, സരിത നമ്പത്ത്, മധു വില്ലന്നൂർ പാട്ടത്തിൽ, പ്രസാദ് നെടിയമ്പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. K പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. യജ്ഞം നാളെ സമാപിക്കും. കഴിമ്പ്രം വിജയന്റെ നാടകങ്ങളായ അമ്പറ, പൂക്കാലം എന്നിവ പുസ്തകങ്ങളാക്കി പുറത്തിറക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ KU അരുണൻ നിർവഹിക്കും. അശോകൻ ചെരുവിൽ പുസ്തകം പ്രകാശനം ചെയ്യും. ബക്കർ മേത്തല ഏറ്റുവാങ്ങും. ഞായറാഴ്ച വൈകിട്ട് 3-ന് വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കും. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ഭാരവാഹികളായ VC ദിലീപ്, മനോ മോഹൻ, സുവിൻ വിജയൻ, KA അബ്ദുൾ മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പീഡന പരാതിയിൽ സിനിമാ സംവിധായകനെതിരെ കേസെടുത്ത് കൊച്ചി മരട് പോലീസ്. ജോജോ മോൻ എന്ന ജോജോ കുരിശിങ്കലിനെതിരെയാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് മോഡലിന്റെ പരാതി. ജോജോ മുൻപ് 2 വിവാഹം കഴിച്ചിരുന്നുവെന്നും ഇക്കാര്യം മറച്ചുവെച്ചെന്നും പരാതിയിൽ പറയുന്നു. ദൃശ്യങ്ങൾ പകർത്തി പ്രതി ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. കേസിൽ പ്രതിയായതോടെ ജോജോ കുരിശിങ്കൽ ഒളിവിൽ പോയി. പെരിഞ്ഞനം കാക്കത്തിരുത്തി പള്ളി വളപ്പിൽ പ്രവർത്തിക്കുന്ന മതിലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും.
രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സോഫ്റ്റ്വെയർ സ്വിച്ച് ഓൺ നിർവഹിക്കും. പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് KC ഗിരീഷ്, വൈസ് പ്രസിഡന്റ് TS ശ്രീരാജ്, ഭരണസമിതി അംഗം ബാബു പോളശ്ശേരി, പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേറ്റുവ പുഴയിൽ നടത്തിയ ഡ്രഡ്ജിംഗ് മൂലം ദുരിതത്തിലായി മത്സ്യത്തൊഴിലാളികൾ. ഡ്രഡ്ജിംഗ് നടത്തി മണൽ മാത്രമാണ് കരാർ കമ്പനി കൊണ്ടുപോയത്. ബാക്കി വന്ന മാലിന്യവും ചെളിയും തിരിച്ചു പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടുകയായിരുന്നു. ഇതുമൂലം ചേറ്റുവ പുഴയിൽ ചെളി അടിഞ്ഞുകിടക്കുകയാണ്. ഇതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ പരമ്പരാഗത തൊഴിലാളികളും ദുരിതത്തിലാണെന്ന് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു. ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിമരത്തിനു ചുറ്റും പുതുതായി നിർമ്മിച്ച സ്റ്റീൽ ഫെൻസിംഗിന്റെ സമർപ്പണം നടത്തി. വാഴപ്പിള്ളി ബിജു മേനോൻ വഴിപാടായി സമർപ്പിച്ചതാണ് സ്റ്റീൽ ഫെൻസിംഗ്. ചടങ്ങിൽ ബിജു മേനോനും കുടുംബവും സംബന്ധിച്ചു. കമ്മിറ്റിയുടെ ഒരു സ്നേഹാദരത്തിനായി മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്ന് വിരമിക്കുന്ന വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR റിനി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനിമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ PS അംബുജാക്ഷൻ, KR ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ നീതു സുജേഷ് അധ്യക്ഷത വഹിച്ചു. നാടക പ്രവർത്തകൻ സുധീഷ് അമ്മവീട് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി PA ജോഷി എടത്തുരുത്തി, ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ PA ഷമീർ, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ഇന്നു തന്നെ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. ഇരകളാകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ പേര് രജിസ്റ്റർ ചെയ്തവർ. ഗുരുവായൂർ കണ്ടാണശ്ശേരിയിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.